ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചണാറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറുത്ത് പൊള്ളിച്ചതാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ മുട്ട വറുത്ത് പൊള്ളിച്ചത് തയ്യാറാക്കാം. ആദ്യമേ നമുക്ക് മുട്ട വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു പച്ചമുളക് ചതച്ചതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. സാധാരണ മുട്ട വറുക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാറില്ല. എന്നാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ചേർത്ത് മുട്ട വറുക്കുമ്പോൾ അതിൻ്റെ രുചിയും മണവും ഒന്നും വേറെ തന്നെയാണ്. ഇനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ മുട്ട വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കാനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 സവാള ചെറുതായി അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചി, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്താണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറുത്ത് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.